അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉദ്ഘാടനത്തിന് നിങ്ങൾക്കൊരവസരം കിട്ടിയാൽ നിങ്ങൾ പങ്കെടുക്കുമോ ഇല്ലയോ? അത് എന്തുമാകട്ടെ, ചിലപ്പോൾ ഒരു ഹോട്ടലായിരിക്കാം, സൂപ്പർ മാർക്കറ്റായിരിക്കാം, ബിൽഡിംഗ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു വാഹനമായിരിക്കാം, ഏതുമാകട്ടെ, നിങ്ങൾ പങ്കെടുക്കുമോ ഇല്ലയോ ഒന്ന് കമന്റ് ചെയ്യുക. മറ്റൊന്ന്, നിങ്ങളെ ക്ഷണിച്ചാൽ അതല്ലെങ്കിൽ ആരെയും ഇന്ന് വരെ ഉദ്ഘാടനം ചെയ്യാത്ത ഒരു വാഹനമുണ്ട്. അതേതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ കമന്റ് ചെയ്യുമോ? നിങ്ങളുടെ അഭിപ്രായം ഏതായിരിക്കും ആ വാഹനം? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് ഉദ്ഘാടനത്തിന് പലരെയും ക്ഷണിക്കാറുണ്ടല്ലോ. സിനിമാ നടന്മാരെ ക്ഷണിക്കാറുണ്ട്, രാഷ്ട്രീയക്കാരെ ക്ഷണിക്കാറുണ്ട്, ഭരണകർത്താക്കളെ ക്ഷണിക്കാറുണ്ട്. MP ആകാം, MLA ആകാം, മന്ത്രിയാകാം, മുഖ്യമന്ത്രിയാകാം, പ്രധാനമന്ത്രിയാകാം, പ്രസിഡന്റാകാം, ആരുമാകാം. അതുപോലെ ചിലപ്പോൾ ചില ആളുകൾ കുട്ടികളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കും, മാതാപിതാക്കളെ കൊണ്ട് ഷോപ്പ് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ബ്ലോഗർമാരുടെ കാലമാണല്ലോ. ബ്ലോഗർമാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാറുണ്ട്. അങ്ങനെ പല മേഖലയിലുള്ള ആളുകളെയാണ് ഇന്ന് ഉദ്ഘാടനത്തിന് ക്ഷണിക്കാറുള്ളത്. ചിലർ ഉസ്താദുമാരെ ക്ഷണിക്കും, സയ്യിദന്മാരെ ക്ഷണിക്കും, പണ്ഡിതന്മാരെ ക്ഷണിക്കും. ചിലർ പണ്ഡിതന്മാരെയും സയ്യിദന്മാരെയും ഒക്കെ ദുആ ചെയ്യാൻ വേണ്ടി ക്ഷണിക്കും, ഉദ്ഘാടനത്തിന് മറ്റാളുകളെ വെക്കും. ഇങ്ങനെയൊക്കെ പലതായ നിലക്ക് ആളുകളെ ക്ഷണിക്കാറുണ്ട്. പല സ്ഥാപനങ്ങൾക്കും ഉദ്ഘാടനത്തിന് ക്ഷണിക്കാറുണ്ട്. വാഹനം, ഒരാൾ ഒരു വാഹനം വാങ്ങി അതിന് ഉദ്ഘാടനത്തിന് ക്ഷണിക്കും. ഒരു സ്ഥാപനം വാഹനം വാങ്ങിയാൽ അതിന് ഉദ്ഘാടനത്തിന് ആൾ ക്ഷണിക്കില്ലേ? തീർച്ചയായും ക്ഷണിക്കും. ഒരു ഹോസ്പിറ്റൽ ഒരാൾ തുടങ്ങുന്നു, അതിലേക്ക് ഉദ്ഘാടനത്തിന് ആൾ ക്ഷണിക്കാറില്ലേ? ക്ഷണിക്കുമല്ലോ. സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നടക്കാറില്ലേ? നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾ പോകില്ലേ? ഒരു ഹോട്ടലിന്റെ ഉദ്ഘാടനമാണെങ്കിൽ അതിലേക്ക് നിങ്ങൾ ക്ഷണിച്ചാൽ നിങ്ങൾ പോകില്ലേ? തീർച്ചയായും നിങ്ങൾ പോകും. അതല്ലെങ്കിൽ വലിയൊരു ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം, അതിലേക്ക് ക്ഷണിച്ചാൽ നമ്മൾ പോകും. അതോടൊപ്പം തന്നെ റോഡും പാലങ്ങളും ഇതൊക്കെ സർക്കാരിൻ്റെതായത് കൊണ്ട് ആ രൂപത്തിലുള്ള ഉദ്ഘാടനങ്ങളാണ് ഉണ്ടാവുക. അതനുസരിച്ചുള്ള അതിഥികളായിരിക്കും ഉണ്ടാവുക. പാലം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ചിലപ്പോൾ മന്ത്രിയായിരിക്കാം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിരിക്കാം. റോഡ് ഉദ്ഘാടനം ചെയ്തത് മന്ത്രിയോ മുഖ്യമന്ത്രിയോ MP യോ MLA ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കാം. അങ്ങനെ പലതും ഉദ്ഘാടനങ്ങൾ നടക്കുന്നുണ്ട്. അതല്ലാത്ത പല ബിൽഡിങ്ങുകൾ, ചില സ്ഥാപനങ്ങൾ, ചില മതസ്ഥാപനങ്ങൾ, അതിന് ഉദ്ഘാടനത്തിനും ക്ഷണിക്കാറില്ലേ? അതല്ലെങ്കിൽ മറ്റു വലിയ ഹോസ്പിറ്റലുകൾ, സർക്കാർ ഹോസ്പിറ്റലാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർക്കാരിൻ്റെതായ പ്രതിനിധികളായിരിക്കും ഉദ്ഘാടനത്തിന് വരിക. പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ ചിലപ്പോൾ മന്ത്രിമാരെയും MP മാരെയും രാഷ്ട്രീയ പ്രതിനിധികളെയും പരിസരത്തുള്ള ആ ഹോസ്പിറ്റലിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള എല്ലാ ആളുകളെയും ക്ഷണിക്കും. അവരെല്ലാവരും അതിലെല്ലാം പങ്കെടുക്കും. ഏത് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചാലും എല്ലാവരും പങ്കെടുക്കും. അതെന്താണ്? ആ സ്ഥാപനങ്ങളോടൊക്കെ ഒരു സഹകരിക്കുക എന്നുള്ള നിലക്കല്ലേ അതെല്ലാം പങ്കെടുക്കുന്നത്. ഇതിലേക്കൊക്കെ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾ പോകുമോ? ഒരതിഥിയായി നിങ്ങൾ ക്ഷണിച്ചാൽ നിങ്ങൾ പോകുമോ? തീർച്ചയായും പോകും. അതല്ലെങ്കിൽ ആ ഉദ്ഘാടനം കാണാൻ നിങ്ങൾ പോകുമോ? തീർച്ചയായും നിങ്ങൾ പോകും. പലപ്പോഴും പല ഉദ്ഘാടനങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, വിവാദങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതെന്താ കാരണം? ചിലപ്പോൾ അതിൻ്റെ പേരുണ്ടാകുന്ന വക്കാണങ്ങളും പ്രശ്നങ്ങളും ഗതാഗത തടസ്സങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ചിലപ്പോൾ ഉദ്ഘാടനങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യാറുണ്ട്. ചിലപ്പോൾ അതിഥി വലിയ ലക്ഷക്കണക്കിന് രൂപകൾ ചിലവഴിച്ച് ചിലപ്പോൾ അതിഥികളെ കൊണ്ടുവരും. അതിൻ്റെ പേരിൽ ചിലപ്പോൾ വിവാദങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. റോഡുകൾ ബ്ലോക്കായിരിക്കും, വഴി തടസ്സങ്ങൾ സൃഷ്ടിച്ചതിൻ്റെ പേരിൽ പലപ്പോഴും ഉദ്ഘാടനങ്ങൾ വിവാദമാകാറുണ്ട്. ഇതൊക്കെ ശരിയാണ്. നിങ്ങൾ പലരും പോകുന്നത് ആ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനല്ല, മറിച്ച് ആ ഉദ്ഘാടനത്തിന് വരുന്ന വിശിഷ്ടാതിഥിയെ കാണാൻ വേണ്ടിയായിരിക്കാം പലപ്പോഴും ആളുകൾ പോയിട്ടുണ്ടാകുക. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന സമ്പ്രദായങ്ങളാണ്. ആംബുലൻസ്, ഇന്ന് നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലും ആംബുലൻസുകൾ ഉണ്ടല്ലോ. ആംബുലൻസിന്റെ ഉദ്ഘാടനങ്ങൾ നടക്കാറുണ്ട്.
ചിലപ്പോൾ അതാരാണോ സ്പോൺസർ ചെയ്യുന്നത് ചിലപ്പോൾ അവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കും. ചിലപ്പോൾ MLA ഫണ്ടിൽ നിന്ന്, MP ഫണ്ടിൽ നിന്നൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആംബുലൻസ് ഹോസ്പിറ്റലുകളിലേക്കും സാമൂഹിക സംഘടനകളും ഒക്കെ വാങ്ങാറുണ്ട്. അതിന് ഉദ്ഘാടനം നടക്കാറില്ലേ? ഉണ്ട്. സ്കൂളിലേക്ക് ഒരു ബസ് വാങ്ങിയാൽ അതിന് ഉദ്ഘാടനം നടക്കാറില്ലേ? ഉണ്ട്. ഒരു തോണി വാങ്ങിയാൽ, ഒരു ബോട്ട് വാങ്ങിയാൽ അതിൻ്റെ ഉദ്ഘാടനങ്ങൾ പോലും നമ്മുടെ നാടുകളിൽ വളരെ കെങ്കേമമായി നടക്കാറുണ്ട്. എല്ലാവരും പങ്കെടുക്കും. അതിന് ആരും തടസ്സങ്ങൾ സൃഷ്ടിക്കാറില്ല, ആരും വരാതിരിക്കാറില്ല. എന്നാൽ ഇന്ന് വരെ നമ്മുടെ നാട്ടിൽ ഒരിടത്തും ഉദ്ഘാടനം ചെയ്യാത്തൊരു വാഹനമുണ്ട്. ആ വാഹനം ഏതാണ്? അതാണ് നമ്മുടെ ചോദ്യം. ആ വാഹനത്തിൽ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചാൽ നിങ്ങൾ പോകുമോ ഇല്ലയോ? ഏതാണ് ആ വാഹനം? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മറ്റൊരു വാഹനവുമല്ല, നമ്മുടെ അവസാനമായി യാത്ര ചെയ്യാനുള്ള വാഹനമാണ്. ഏതാണ് ആ വാഹനം? നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മയ്യത്ത് കട്ടിൽ. മൃതശരീരം അവസാനമായി ചുമന്നു കൊണ്ടുപോകുന്ന വാഹനം മയ്യത്ത് കട്ടിൽ. ഈ മയ്യത്ത് കട്ടിലിന്റെ ഉദ്ഘാടനം എവിടെയെങ്കിലും ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഇനി അഥവാ ഒരാളെ ക്ഷണിച്ചാൽ ആരെങ്കിലും തയ്യാറാകുമോ? ഇല്ല. ഇനി ഒരാൾ തയ്യാറായി വന്നാൽ തന്നെ എത്ര ആളുകൾ അതിൻ്റെ ഉദ്ഘാടന സദസ്സിൽ പങ്കെടുക്കും? ആരും പങ്കെടുക്കില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? നിങ്ങൾ കമന്റ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറഞ്ഞത് കളവാണെങ്കിൽ, തെറ്റാണെങ്കിൽ, എവിടെയെങ്കിലും മയ്യത്ത് കട്ടിലിന് ഉദ്ഘാടനം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ്, അതിൻ്റെ റിപ്പോർട്ട് ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യുമോ? നമുക്കറിയാം, നമ്മുടെ തെറ്റിദ്ധാരണ തിരുത്താം. അപ്പോൾ മയ്യത്ത് കട്ടിൽ എന്നത് ആരും ഉദ്ഘാടനം ചെയ്യാറില്ല. പക്ഷേ എല്ലാവർക്കും ഉപയോഗിക്കാൻ, അവസാനമായ യാത്രക്ക് ഉപയോഗിക്കാനുള്ള വാഹനമാണ്. ആ വാഹനം ഏത് വാഹനമില്ലാത്തവനും, ബെൻസ് കാറിൽ സഞ്ചരിക്കുന്നവനും, ടൊയോട്ട കാറിൽ സഞ്ചരിക്കുന്നവനും, ഏത് വാഹനത്തിലാകട്ടെ ആ സഞ്ചരിക്കുന്നവനും, ബസ്സിൽ യാത്ര ചെയ്യുന്നവനും, കാറിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്നവനും, ഓട്ടോറിക്ഷയിൽ ഓടിക്കുന്നവനും, ഓട്ടോറിക്ഷ ഉള്ളവനും ഇല്ലാത്തവനും എല്ലാവർക്കും സഞ്ചരിക്കാനുള്ള വാഹനം സ്വന്തം നാട്ടില് പള്ളിയിൽ ഒരുങ്ങിയിരിക്കുന്നുണ്ട്. ആ വാഹനം കാണുമ്പോൾ മരണത്തെ ഓർക്കണം. ആ വാഹനത്തിന് ഉദ്ഘാടനം ഇന്നിവരാരും ചെയ്തിട്ടില്ല എന്നതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ആ വാഹനത്തിൽ യാത്ര ചെയ്യാനുള്ളവരാണ്. നമുക്ക് എത്ര വാഹനമുണ്ടായാലും നമ്മുടെ അവസാനത്തെ യാത്ര ആ വാഹനത്തിലാണ്. ആ വാഹനം നാം വാങ്ങിവെച്ചതല്ല, അത് ആരോ നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി വാങ്ങിവെച്ച വാഹനമാണ്. നാം ചിന്തിക്കുക. അല്ലാഹു നമുക്ക് നന്മ പ്രദാനം ചെയ്യുമാറാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.